നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ദൈവത്തോടൊപ്പം നിൽക്കുന്ന ആളാണോ? നിങ്ങളുടെ ഭവനത്തിൽ യേശു വന്നിരിക്കും. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല. ദൈവത്തിന്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നോട് പറയുക, ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും മടി കാണിക്കാത്തോണ്ട് ഞാൻ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള നല്ല ബന്ധമാണ്, ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 7-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ കരുണ ലഭിക്കേണ്ടതിന് നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയുവിൻ. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞൊരു സമയമാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് തിരിയുന്നത്, നമ്മുടെ മുമ്പിലുള്ള ചില വെല്ലുവിളികളിലേക്കാണ് തിരിയുന്നത്. കരുണ ലഭിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. എല്ലാ കണ്ണുകളെയും അടച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുന്നു. പൗലോസ്ലീഹയുടെ വാക്കാണത്, ഞങ്ങൾ നിങ്ങളെ ശ്രേഷ്ഠരായി കാണുന്നു എന്ന്. എത്രയോ ദൂരെ നിന്നും സമീപത്തു നിന്നും വന്നവരുണ്ട്, ത്യാഗത്തോടെ വന്നവരുണ്ട്, പ്രതീക്ഷയോടെ വന്നവരുണ്ട്. നിങ്ങളെ ഞങ്ങൾ ബഹുമാന്യരായി ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥനയോടെ നിങ്ങളെ കൂടി ചേർത്ത് നിർത്തുകയാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെ ഓർക്കാം. ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കേണ്ടതിന് ദൈവത്തിലേക്ക് തിരിയണം, കർത്താവിങ്കിലേക്ക് തിരിയണം. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കോ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളിലേക്കോ അല്ല തിരിയേണ്ടത്. ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളി ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ മക്കൾ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കുടുംബം കുറച്ചുകൂടെ ദൈവാനുഗ്രഹത്തിലൊന്ന് എത്തിപ്പെട്ടായിരുന്നെങ്കിൽ. കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, എല്ലാ സങ്കടങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കരയല്ല്, ഒട്ടും തളരുകയും വേണ്ട. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എന്നോട് എൻ്റെ ദൈവം പറയുന്നതാണ്, എൻ്റെ കുടുംബത്തോട് ഇന്ന് ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തെ നോക്കി എൻ്റെ ദൈവം വ്യക്തിപരമായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പാട്ടുകാരൻ പാടുന്നത്. നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. ഈ ആലയത്തിൽ വന്ന് കരഞ്ഞവർ ഒത്തിരി പേരുണ്ട്, സങ്കടത്തോടെ ഭാരപ്പെട്ടവരുണ്ട്. പുറമേ കരഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് കരഞ്ഞവരുണ്ട്, ഉള്ളുകൊണ്ട് കരഞ്ഞവരുണ്ട്. പൊള്ളുന്ന ഒത്തിരി അനുഭവങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ചില സാഹചര്യങ്ങളെ ഓർത്ത് കരയുന്നവരുണ്ട്, ഇതിനകത്ത് കരയുന്നവരുണ്ട്. തളർന്നു പോയവരുണ്ട്. തളർന്നു പോയോ നിങ്ങൾ? സങ്കടപ്പെട്ടു പോയോ നിങ്ങൾ? കരയുകയാണോ നിങ്ങൾ? യേശു നിന്നോട് പറയുന്നു, കരയല്ലേ, കരയല്ലേ, നീ എൻ്റെ മകനല്ലേ,
നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. അതുകൊണ്ട് പാടിയേ, കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. കരയല്ലേ, പാടിയേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. സത്യമാണ്. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. രണ്ട് കരങ്ങളും ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവസാനം പാടിയ രണ്ട് വരികളുണ്ട്. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ നിങ്ങൾ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകില്ലേന്ന്. ആരെങ്കിലും സാരമില്ലെന്ന് പറയുമ്പോഴല്ല, ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ പൊതിയുമ്പോൾ നിന്റെ സങ്കടങ്ങൾ മാഞ്ഞു പോകും. അത് മഞ്ഞ് പോലെ ഉരുകും. ചില സങ്കടങ്ങൾ കട്ടിപിടിച്ച് കല്ലുപോലെ ആയിട്ടുണ്ട്. ചില വിഷയങ്ങൾ വലിയ ഭാരമായി മാറിയിട്ടുണ്ട്. എൻ്റെ നെഞ്ചിലെ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ പൊതിയുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടിയ സങ്കടങ്ങൾ മാഞ്ഞു പോകും. ഇന്നലകളിലെ വേദനകൾ മാഞ്ഞു പോകും. അതുകൊണ്ട് പാടിയേ, എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. ചേർന്ന് പാടാമോ? എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. പരിശുദ്ധാത്മാവേ, ഈ പാട്ടിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ചില മിനിറ്റുകൾ ഒരുക്കി തന്നതിന് നന്ദി. ഈ ജനത്തെ ഓർത്ത് നന്ദി. ഈ സമയത്തെ, ഈ സാഹചര്യത്തെ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ ഈ ആലയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലകളിലും ഇന്നുമൊക്കെയായി ഇവിടെ വന്നവരുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്, നന്ദിയോടെ, ശ്രേഷ്ഠരായി, ബഹുമാന്യരായി ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ. പൗലോസ്ലീഹ അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾ ശ്രേഷ്ഠരായി എണ്ണുന്നുവെന്ന്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി യുവതി യുവാക്കൾ ചെറുപ്പക്കാരിവിടെ ഉണ്ട്. ആരും നിർബന്ധിച്ചു വന്നതൊന്നും ആയിരിക്കണമെന്നില്ല. മനസ്സാ താല്പര്യത്തോടെ വന്നവരായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹമാണ്.
നിങ്ങളെയും ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ കാണുകയാണ്. കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള പലരെയും കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാരിങ്ങനെ ഓർക്കും, ഇതേ പ്രായമുള്ള എൻ്റെ മകനൊന്നും ഇവിടെ വന്നില്ലല്ലോ, ഇതേ പ്രായമുള്ളൊരു മകൾ എനിക്കുമുണ്ട്, അവർ വിളിച്ചിട്ടും വന്നില്ലല്ലോ. നിങ്ങളുടെ അതേ പ്രായമുള്ള ചില മക്കൾ ഇവിടെ ഇരിക്കുന്നവർക്കുമുണ്ട്. ചിലപ്പോൾ അവരെ ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇഷ്ടപ്പെടുകയില്ലായിരിക്കും, താല്പര്യമില്ലായിരിക്കും. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ഓർക്കുന്നുണ്ട്, ഏകദേശം ഇതേ പ്രായമുള്ളൊരു മകൾ എനിക്കുമുണ്ടല്ലോ, ഇതേ പ്രായമുള്ളൊരു മകൻ എനിക്കുണ്ടല്ലോ, അവൻ ഈ വ്യക്തിയെപ്പോലെ ഇവിടെ ഒന്ന് വന്നായിരുന്നെങ്കിൽ, ഇതുപോലൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങളെ കാണുമ്പോൾ ചില അമ്മമാർ, ചില അപ്പച്ചന്മാർ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമാണ്. ഒരിക്കലിങ്ങനെ തലയിൽ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും മകളും വന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ മകൾ പറഞ്ഞു, എനിക്ക് എയർ ഹോസ്റ്റസ് ആകാൻ വലിയ ആഗ്രഹമാണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് അമ്മ പറഞ്ഞു, ഇവളോട് എയർ ഹോസ്റ്റസ് പോകാൻ പറ്റത്തില്ല, ഇവൾ നേഴ്സിംഗ് പഠിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അമ്മയ്ക്കും മകൾക്കും രണ്ട് അഭിപ്രായം. മകൾ പറയുന്നു എനിക്ക് എയർ ഹോസ്റ്റസ് ആകണം, അമ്മ പറയുന്നു എയർ ഹോസ്റ്റസ് ഒന്നും ആകാൻ പറ്റിയിട്ടില്ല, നീ പഠിച്ച് നേഴ്സിംഗ് പഠിച്ച് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് വേണം വീട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു കൊടുക്ക്, എയർ ഹോസ്റ്റസ് ഒന്നും ആകാൻ പോകണ്ട, നേഴ്സിംഗ് പഠിക്കാൻ പറ. രണ്ടഭിപ്രായം. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഇവൾക്ക് ദൈവം കൊടുത്തൊരാഗ്രഹമാണത്, പ്രോത്സാഹിപ്പിക്കണം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസം മുമ്പ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അവരിവിടെ ഒരു കാര്യത്തിനായിട്ട് വന്നു, സാക്ഷ്യം പറയാൻ വന്നു. അന്ന് ആഗ്രഹപ്രകാരം പഠിച്ച് ആൾ എയർ ഹോസ്റ്റസ് ആയിരിക്കുന്നു. ചില ആ മനുഷ്യൻ്റെ മനസ്സിൽ തരുന്ന ആഗ്രഹം ദൈവം കൊടുക്കുന്ന ആഗ്രഹമാണ്. നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അത് അനുഗ്രഹമായി അവരിൽ മാറിക്കൊള്ളും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങളിൽ ചില നല്ല ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് വേണ്ട ഇത് വേണമെന്ന് പറയും. നല്ല ആഗ്രഹം എല്ലാമല്ല, ചില നല്ല ആഗ്രഹങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ പ്രസംഗിച്ച വിഷയങ്ങളൊക്കെ ഇന്നും പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതൊക്കെ കുറച്ച് സാമ്യമുള്ള വിഷയമാണ്. എന്നാൽ ഒരു ആമുഖം പോലെ നിങ്ങളോട് പറയാം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരണം. എന്ത് വാക്കുകൾ? അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ് അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നവർ. അവർ അനുഗ്രഹത്തെ മേടിച്ച് നമ്മളിൽ തരും. അനുഗ്രഹം മേടിക്കുന്നവർ വേണം. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ കാരണം, നമ്മൾ ഒരിക്കലും ഒരാളുടെ മനസ്സിന് വെട്ടിമുറിക്കുന്ന വാക്കുകൾ നമ്മളൊരു വീട്ടിൽ ചെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയാൻ പാടില്ല, മക്കളോട് പറയാൻ പാടില്ല. ഞാനൊരു ഉദാഹരണം പറയുവാണ്. രോഗമായി കട്ടിലേ കിടക്കുന്ന ഒരു മനുഷ്യൻ, അപ്പോൾ ആ വീട്ടിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ വന്നു. ഇയാൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഈ മനുഷ്യൻ വന്നപ്പോൾ ഇദ്ദേഹം വയ്യാണ്ട് കിടക്കുവാണ്. പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പുറത്തെ കസേരയിൽ ഇരുന്ന് വീട്ടിലുള്ള ഒരാളോട് പറയുക, ഇതേ രോഗം വന്ന് 45 പേര് മരിച്ചത് പുള്ളിക്ക് അറിയാമെന്ന്. പിന്നെ എന്തിനാ പുള്ളി അവിടെ പ്രാർത്ഥിക്കാൻ വന്നേ? പ്രാർത്ഥിക്കാൻ വന്ന മനുഷ്യൻ അത് പറയാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുക, ഇയാൾക്ക് വന്ന അതേ രോഗം വന്ന 45 പേര് മരിച്ചെന്ന് പുള്ളിക്കറിയാമെന്ന്. ഒരാളെ കാണുമ്പോൾ അയാൾ മരിച്ചു പോകുമെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാലും അവിടെ നിന്ന് നമ്മൾ പറയേണ്ടത് നിങ്ങൾ സൗഖ്യമാകുമെന്നാണ് പറയേണ്ടത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയേണ്ടത്. ആ വാക്കാണ് സൗഖ്യത്തെ കൊണ്ടുവരുന്ന വാക്കുകൾ. നമ്മൾ പറയില്ലേ, ചിലർ പറയില്ലേ, ഒരാളോട്, ഒരു കൊച്ചിനോട് ഒരാൾ പറഞ്ഞു, നീ രക്ഷപ്പെടുകയൊന്നുമില്ലെന്ന്, നീ രക്ഷപ്പെടുകയൊന്നുമില്ലെന്ന്. രക്ഷപ്പെടുകയല്ല, നിനക്ക് അതിനുള്ളൊരു തകർന്നുമില്ല, ഒരു കഴിവില്ലെന്ന് തോന്നിയാലും നമ്മൾ ആ കൊച്ചിനോട് പറയണം, നീ മിടുക്കിയാകും, നീ നല്ലതാകുന്ന ദൈവം എന്നെ തോന്നിപ്പിക്കുന്നേ. ആ അനുഗ്രഹത്തിൻ്റെ വാക്കിൽ ആ വ്യക്തി രക്ഷപ്പെടും. ഒരിക്കലും പറയല്
നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും നിന്ന് നോക്കുമ്പോൾ പലരും പറയും നീ ഗതി പിടിക്കത്തില്ല, നീ ശരിയാകത്തില്ല, നിൻ്റെ കാര്യമെല്ലാം അങ്ങനെ കിടക്കത്തുള്ളൂ, നിനക്ക് ഭാഗ്യദോഷമുണ്ട്. ചുറ്റും നിന്ന് പലതും പറയുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുന്ന ഒരാളെങ്കിലും വേണം. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന ഒരാളെങ്കിലും വേണം. ആ ഒരാളെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും അയൽവാസിയോടും ഒക്കെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും എന്നാ പറയണമെന്നാണ് പറഞ്ഞത്? ഈ വീട്ടിൽ എന്തോ ഒരു പോക്കുവരവുണ്ടെന്ന് പറയണമെന്നാണോ പറഞ്ഞത്? അതോ ഈ വീടിന് സമാധാനമെന്ന് പറയണമെന്നാണോ പറഞ്ഞത്? യേശു പറഞ്ഞില്ല ഏതേലും വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം ഭയങ്കര ബന്ധനമാ, ഒരുത്തൻ കൂടോത്ര അവിടുത്തെ കുഴിച്ചിട്ടുണ്ട്, അത് മാന്തി എടുക്കാം, പിക്കാസ് കൊണ്ടുവരാൻ പറയണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ പറയണം ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. ആ സമാധാനം അവിടെ നിലനിൽക്കും. യേശു അതാ പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം, സമാധാനം എന്ന് പറയണം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവർ എഴുന്നേറ്റു വരണം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, ബന്ധങ്ങൾ ഒരിക്കലും നെഗറ്റീവ്, നീ ശരിയാവൂല, നിൻ്റെ കളർ ശരിയല്ല, അതിൻ്റെ വിദ്യാഭ്യാസം ശരിയല്ല, നീയൊക്കെ എവിടെ പോകുമെന്നായി പറയുന്നത്. അങ്ങനെ പറയരുത്. നീ കടൽ കടന്നു പോകും, നീ അനുഗ്രഹിക്കപ്പെടും, ഈ വീട് പണി പൂർത്തിയാകും, നീ ഈ വാഹനം മേടിക്കും, നിനക്ക് അനുഗ്രഹമുള്ള ജീവിതമുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. നീ പറഞ്ഞ വാക്കുകളെ ദൈവം അംഗീകരിക്കും. അതാ പറഞ്ഞത്, നിൻ്റെ സാമുവേലിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ നാവിൽ നിന്ന് വന്ന ഒരു വാക്കും വ്യർത്ഥമായി പോയില്ലെന്ന്. എല്ലാ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഈ വചനം ഒന്ന് കേൾക്കാൻ പോവുകയാണ്. ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കതൊരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് വിശ്വസിച്ച്, ഈ വചനം എന്നോട് ദൈവം സംസാരിക്കുന്നതാണ്. ഈ കേൾക്കാൻ പോകുന്ന വചനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ സമയം എൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം കൂടിയാണ്. കർത്താവേ, എനിക്ക് ദൈവം ഒരുക്കി തന്ന സമയത്തിന് നന്ദി. എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം വായിക്കുമ്പോൾ ആ വാക്യം ഒന്ന് ബൈബിളിൽ എടുക്കുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലൊന്ന് വായിക്കുവാണ്. നിങ്ങൾ ക്ഷീണമായിട്ടിരിക്കുവാണോ? ക്ഷീണമൊക്കെയാണ്, നിങ്ങൾ യാത്ര ചെയ്തു, പറ്റുന്ന പോലൊക്കെ കേട്ടാൽ മതി. ഉറക്കം വരുവാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങിക്കൊള്ളുക. ക്ഷീണമുള്ളവരാരും അടുത്തിരിക്കുന്നവരൊന്നും വിളിച്ചേക്കല്ലേ, അവർ ഉറങ്ങട്ടെ. ഉറങ്ങിക്കഴിയുമ്പോൾ കേൾക്കുന്ന 2 സെൻറ്റൻസ് മതി അവർ രക്ഷപ്പെടാൻ. നമ്മൾ ഒരാളെ ഫുള്ള് കേൾപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കായിരിക്കും നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ഹല്ലേലൂയ. 1 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് ഒരു സെൻറ്റൻസ് മതിയായിരിക്കും നിങ്ങൾ രക്ഷപ്പെടാൻ. ഒറ്റ വാക്ക് മതിയായിരിക്കും. ആ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ചിലർ ഇവിടെ ഒന്ന് പറയുവേ, എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമില്ല ചോ, ഇവിടെ ഇങ്ങനെ കരമുയർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ. കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലേ? കരമുയർത്തി പ്രാർത്ഥിക്കേണ്ട. എന്താ ഇഷ്ടം? എനിക്കിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കിങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല, ഞാൻ ഇരിക്കും. എന്നാൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ഇതിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല, ഞാൻ അപ്പുറത്ത് ആ പ്ലാവൻ ചോട്ടിൽ ഇരുന്നോളാം. അവിടെ ഇരുന്നാലും മതി, അവിടെ ഇരുന്നാലും മതി. എനിക്കിഷ്ടമല്ല, ഞാൻ കാറിനകത്തിരുന്നു. കാറിനകത്താണ്, കാറിനകത്ത്. ഇനി അപ്പുറത്തെ കാപ്പിച്ചു, അവിടെയാണ്, അവിടെ ഇരിക്കുക. സ്വാതന്ത്ര്യത്തോടെ എവിടെ ഇരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഈ അകത്തിരിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇതിനകത്ത് ഭയങ്കര ചൂടുണ്ട്, നല്ല പരവേശമുണ്ട്. പക്ഷെ എന്നാൽ എത്ര ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ ഒരാൾ വന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സാധനം ചോദിച്ചു വന്നതാണ്. ഞാൻ പേര് ചോദിച്ചപ്പോൾ പുള്ളി ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ കുറച്ച് നേരം മിണ്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഈ അച്ഛന്മാരെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടണ്ട. പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല, എനിക്ക് ഈ വെള്ളക്കാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സായിപ്പുമാരെ അല്ല, ഈ വെള്ളക്കാരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു.
ഞാൻ പുള്ളിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു. പുള്ളി കുറേ നേരം ഇവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിക്കുവാണേ, പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവം എന്നാ പറയുന്നതെന്ന് എന്നോട് പറയാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളക്കാരെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ? നിങ്ങൾക്ക് വെള്ളക്കാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? അല്ല, ഈ ധ്യാനമൊക്കെ നടത്തുന്ന ആളല്ലേ, പ്രാർത്ഥിച്ചിട്ട് പറ എന്നെക്കുറിച്ച് ദൈവം എന്നാ പറയുന്നതെന്ന്. ഇത് ഇതിനകത്തുനിന്നല്ല, പറമ്പിൽ നിന്നാണ് ചോദിച്ചത്. പുള്ളി വർഷങ്ങളായി കുമ്പസാരിച്ചിട്ടില്ല, പള്ളി പോകത്തില്ല, ഇതിനൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പുള്ളി നേരിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ, എനിക്ക് ഈ വെള്ളക്കാരെ ഇഷ്ടമില്ലെന്ന്, സായിപ്പുമാരെയല്ല എന്നെ പോലുള്ളവരെ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടണ്ട, സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണമുണ്ടാവും. ഈ പ്രസംഗിക്കുന്ന ഞാനും ഒരുപാട് കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഈ പ്രസംഗിക്കുന്ന എനിക്കും ഒരുപാട് കുറവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രസംഗിക്കുന്ന ഞാനും ഒരുപാട് കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുണ്ട്, തിരുത്തപ്പെടാനുണ്ട്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ അതിന് പറ്റിയ യോഗ്യനായ ഒരു മനുഷ്യനൊന്നുമല്ല. ഒരു സാധാരണ അയോഗ്യതയുള്ള, കുറവുകളുള്ള, ഒരു പച്ചയായ ബലഹീനതയുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്നതോ അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു, പോകണ്ട, നിങ്ങൾ ഇഷ്ടമില്ല, പോകണ്ടെന്ന് പറഞ്ഞ് പോയ. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നാ പറയുന്നതെന്ന് എന്നോടിപ്പോൾ പറയാൻ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് വലിയ വാക്കൊന്നുമല്ല, എല്ലാവരോടും നമ്മൾ പറയുന്ന വാക്കല്ലേ. പക്ഷെ ഞാൻ കണ്ടു പുള്ളിയുടെ മുഖത്തൊരു ഭയങ്കര ഒരു പെട്ടെന്നൊരു ചേഞ്ച്. എന്നെയോ, പള്ളി പോകാത്ത എന്നെയോ, ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന എന്നെയോ, ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന എന്നെയോ, നിങ്ങളെ തന്നെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു. പിന്നീടുള്ള ഒരുപാട് വെള്ളിയാഴ്ചകളിൽ ഈ ഹാളിനകത്ത് അയാളുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് വന്നൊന്നുമല്ല കേട്ടോ. ഇവിടെ ആരെയും വിളിച്ച് ഇതിനകത്ത് നിർബന്ധമായ ഒരു ധ്യാനവും കൂടിച്ചിട്ടില്ല. ആരോട് ഇഷ്ടമില്ലേ വരണ്ട, ഇഷ്ടമുണ്ടേ വാ, താല്പര്യമുണ്ടോ വന്നിരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട ഇറങ്ങിപ്പോക്കോ, എപ്പോൾ വേണേലും പോകാലോ, എല്ലാ വാതിലും തുറന്നായിരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ ആരും പറയാതെ ഈ ഭാഗത്ത് തുടർന്നുള്ള ഒരുപാട് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുക, എൻ്റെ മകനൊരു വിസയ്ക്ക് വെച്ചിട്ടുണ്ട്, അവന് മിക്കവാറും അത് ശരിയാകും, ഒരു അനുഗ്രഹമാണ്, ലൈഫ് മാറി ഒറ്റ വാക്കേല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു വാക്കേലാണ് ആ മനുഷ്യൻ പള്ളി വന്നത്. ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തോട് കുമ്പസാരിക്കാൻ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ഞാൻ പറഞ്ഞില്ല നിങ്ങളിവിടെ ധ്യാനത്തിന് വരണം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, പോകണ്ട, വരാൻ താല്പര്യമില്ല, വരണ്ടെന്നേ. പിന്നെന്തിനാ വന്നത്? ദൈവം സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, സ്നേഹിക്കുന്നു മനസ്സിലായാൽ ഏത് കല്ല് പോലും മാറാൻ തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാട്ടുകാരൻ തന്നെ പാടിയ എൻ്റെ നെഞ്ചിലെ സ്നേഹത്തിൻ എന്നാ പാടിയ സ്നേഹത്തിൻ രണ്ടാമത്തെ സ്റ്റാൻസ ചങ്കാണ്. എൻ്റെ നെഞ്ചിലെ സ്നേഹത്തിൻ ഇപ്പം പാടിയില്ല നമ്മൾ, കരയല്ലേ എന്ന് പാടിയിട്ട് അതിൻ്റെ രണ്ട് വരി, എൻ്റെ എല്ലാം മാഞ്ഞു, എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. നിങ്ങൾ കേട്ടോ അല്ലേ? എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാഞ്ഞ്. എല്ലാ മനുഷ്യരും സത്യത്തിൽ പാവമാണ്. കാഴ്ചയിൽ വലിയ ഗുണ്ടായുസമൊക്കെ കാണിക്കുന്ന ആളാന്ന് തോന്നിയാൽ സത്യത്തിൽ അവർ പാവമാണ്. സത്യത്തിൽ വെറും പാവമാണ്. ഞാൻ ഒരാളുടെ വീട്ടിൽ ജസ്റ്റ് പോകാനിട വന്ന്, അപ്പോൾ അവിടുത്തെ ഒരാൾ വീടിനകത്ത് കയറി വാതിലടച്ചു. ആ ചേച്ചിയുടെ മകൻ വാതിലടച്ചു. താല്പര്യമില്ല, ഈ അച്ഛനെ കാണുന്ന ഇഷ്ടമില്ല, പുള്ളി വാതിലടച്ച് അകത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. കഷ്ടമായിപ്പോയി. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, അവിടെ ഇരിക്കട്ടെ, പുള്ളി സമാധാനമായിട്ടിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു വന്നു. കാതിലൊരു കമ്മൽ, ഒരു പ്രത്യേക കോലമുള്ള മുടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇറങ്ങി വന്ന്. അപ്പോൾ അവൻ്റെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കാൻ നിന്നു. കൈ പുറകെ കെട്ടി ആർക്കാണ് വേണ്ടിയോ തല താഴ്ത്തി ഇങ്ങനെ നിന്നു. അവൻ്റെ കയ്യെ പിടിച്ചിട്ടൊരു വാക്ക് പറഞ്ഞു, വെള്ള ഉടുപ്പിട്ട ഒരാളിലൂടെ നിനക്കൊരനുഗ്രഹം വരുമെന്ന്. അതിന് ഒരാളും മറുപടി പറഞ്ഞില്ല. വെള്ള ഉടുപ്പിട്ട ഒരാൾ, എന്നെപ്പോലെ വെള്ള ഉടുപ്പിട്ട ഒരാളിലൂടെ നിനക്കൊരനുഗ്രഹം ഉണ്ടാകുമെന്നൊരു വാക്ക് പറഞ്ഞു. പിന്നെ ആ ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഒരു ദിവസം ഈ താഴെ വണ്ടി പാർക്ക് ചെയ്യുന്ന മുറ്റത്ത് ഞാൻ ആളെ കണ്ടു.
ഞാൻ മുകളിൽ കൂടെ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ആ വാതിൽ അവിടെ പോകുന്നു, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമോ, ഇവിടെ ആരും ഇല്ലാത്തൊരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയില്ലാത്ത ദിവസമാണ്. ഞാൻ ജനലിൽ കൂടെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുക അവരുടെ പള്ളിയിലെ വികാരിയച്ഛൻ വിളിച്ചു എന്ന്, വീട്ടിലേക്ക് വിളിച്ചു എന്ന്. ഏതോ ഒരു രാജ്യത്തൊരു ജോലി വന്നിട്ടുണ്ട്, അച്ഛൻ്റെ കുടുംബത്തിലെ ഒരാളാണ്, ഇവൻ്റെ വീട്ടിലേക്കാണ് വിളിച്ച് ഇവനോട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇവൻ ഓർത്തത്, ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഓർത്തിട്ട് ഓടി വന്നിരിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ ആരെ നിർബന്ധിക്കല്ല്, അയാൾ മുറി അടച്ച് അവിടെ ഇരിക്കട്ടെ, പ്രാർത്ഥിക്കാൻ അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയും സമയമാകുമ്പം അവരെ നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരും. ഒരനുഗ്രഹമായിട്ടത് മാറും. ഒരിക്കലും ആ അമ്മ വിചാരിച്ച് കാണത്തില്ല അവനിങ്ങനെ ഇവിടെ ധ്യാനത്തിന് വരും, പ്രാർത്ഥിക്കുമെന്ന്. ഒരുപാട് ആഴ്ചകളിൽ മുടങ്ങാതെ ഇവിടെ എവിടെ ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കയ്യിലൊക്കെ പിടിച്ച് സന്തോഷമായിട്ട് വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹം കിട്ടുമ്പോൾ ആ വ്യക്തി മാറാൻ തുടങ്ങും. സാവൂൾ പൗലോസ് ആയതുപോലെ ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ച്, എൻ്റെ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം കിട്ടട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ പൊതിയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തെ പൊതിയട്ടെ. അകന്നു നിൽക്കുന്നവരാകാം, അടുത്ത് നിൽക്കുന്നവരാകാം, ഉടക്കി നിൽക്കുന്നവരാകാം, മാറി നിൽക്കുന്നവരാകാം. സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. ദൈവം നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്ന് ചേർന്ന് പാടാമോ? എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മാറുകില്ലേ. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞ്, എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. അതുകൊണ്ട് കരയല്ലേ, വിഷമിക്കൊന്നും വേണ്ട. മകനല്ലേ, തളർന്നൊന്നും പോകണ്ട, തളരൊന്നും പോകണ്ട. മകളല്ലേ, വിഷമിച്ചു പോയോ, തളർന്നു പോയോ, സങ്കടപ്പെട്ടു പോയോ, ഭാരപ്പെട്ടു പോയോ, മനസ്സ് കൈവിട്ടു പോയോ, എനിക്ക് വല്ലോ ഡിപ്രഷൻ വരുമോ എന്നൊന്ന് തോന്നുന്നുണ്ടോ? സാരമില്ല, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങിൽ. ശബ്ദം ഉയർത്തി പറയുവാണ്, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങിൽ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. അതിന്ന് സംഭവിക്കണമേ, ഇവിടെ സംഭവിക്കണമേ, ഈ ജനത്തിനിടയിൽ സംഭവിക്കണം. നിന്റെ ദുഃഖങ്ങൾ മാറുകില്ലേ, കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുവാണ്. വായിക്കുകയാണ് ഈ വചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ വചനത്തിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഹെഡിങ് എന്നാണെന്നറിയാമോ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെന്നാണ്. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാർ എവിടെ നിന്ന് പോവാന്നറിയോ? ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന നഗരത്തിലേക്ക്. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യമൊന്നുമില്ല, നടന്നു പോവുകയാണ്. കിലോമീറ്ററുകളോളം 2 ശിഷ്യന്മാർ നടന്നു പോവുകയാണ്. 14-ാമത്തെ വാക്യം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവർ 2 പേരും മിണ്ടാതല്ല പോകുന്നത്, സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ടും വർത്താനം പറഞ്ഞും വാദിക്കുകയും
ചിലപ്പോൾ ഇച്ചിരി ഒറ്റച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എങ്ങനെയാണ് പോയെന്ന് എഴുതിയിട്ടുണ്ട്. 14-ാമത്തെ വാക്യം, അവർ സംസാരിക്കുകയും 15-ാമത്തെ അവർ സംസാരിക്കുകയും വാദിക്കുകയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വർത്താനം പറയേണ്ടി വന്നു. വാദിച്ചു, നീ പറയുന്നത് ശരി, ഞാൻ പറയുന്നത് ശരി. ഇച്ചിരി വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. ചെറിയ വഴക്കൊക്കെ ആ യാത്രയിലുണ്ടായി. വാദിക്കുകയും ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ മാത്രമല്ല വാദിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഇങ്ങനെ ജെറുസലേം എമ്മാവൂസിലേക്ക് പോയപ്പോൾ ചില വഴക്കൊക്കെ ഉണ്ടാവും. അവരും ഇങ്ങനെ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, വാദപ്രതിവാദമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോഴല്ല യേശു അടുത്തെത്തിയത്. ഇവർ ചില കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുമ്പോഴും സങ്കടങ്ങൾ പറയുമ്പോഴും യേശു അവരുടെ അടുത്തെത്തി. ആമേൻ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയും, എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ കുറഞ്ഞുപോയി, അതുകൊണ്ട് ദൈവം ഇറങ്ങിപ്പോയില്ല. നിന്റെ വിഷമങ്ങളിൽ ദൈവം അടുത്തുണ്ട്. യേശു അടുത്തെത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാക്കുണ്ടോ ബൈബിളിൽ? യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. ഇന്നും ചില വിഷമത്തിലും നിരാശയിലും സങ്കടത്തിലും ഒക്കെ യാത്ര ചെയ്യുന്നവരോട് കൂടെ ചില ഭാര്യ ഭർത്താക്കന്മാർ ചില വഴക്കുകളിലാണ്, ചില അകൽച്ചയിലാണ്. യേശു അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. യേശു അവരുടെ അടുത്തുണ്ട്. ചില വിഷയങ്ങളുടെ അടുത്ത് യേശു ഉണ്ട്. ആ വാക്കൊന്ന് വായിച്ച്, യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇനി 18-ാമത്തെ വാക്യം, അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു. അപ്പോൾ ഈ പോയ ശിഷ്യന്മാരിൽ ഒരാളുടെ പേരെന്താ? ക്ലെയോപ്പാസ്. നിങ്ങൾ പറയണ്ട, ചിലപ്പോൾ നാക്കുളുക്കാൻ സാധ്യതയുണ്ട്. ഞാനും കുറേ പ്രാവശ്യം പറഞ്ഞപ്പോഴായി വാക്ക് വന്നത്. ക്ലെയോപ്പാസ്. കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാൽ മതി, പേര് പിടികിട്ടിയല്ലോ. ക്ലെയോപ്പാസ് എന്ന പേരുള്ള അതിനകത്തൊരു ശിഷ്യനുണ്ട്, ക്ലെയോപ്പാസ് അല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ സങ്കടത്തിൽ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയപ്പം ഈ ശിഷ്യൻ്റെ കൂടെ നടക്കാൻ കാരണം എന്നാ? ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നയാളാണ്. എങ്ങനെ അറിയാം? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. 25-ാമത്തെ വാക്യം, യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ എന്ന് പറഞ്ഞാൽ 2 പേരിലാണ് എഴുതിയിരിക്കുന്ന ക്ലോപ്പാസ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിൽ 2 ഒരാൾ തന്നെയാണ് എഴുതിയിട്ടുണ്ട്. ക്ലെയോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യേശു ഈ ജെറുസലേമിൽ എമ്മാവൂസിലേക്ക് പോയത് ക്ലെയോപ്പാസാണ്. വാദപ്രതിവാദം നടത്തിച്ചിട്ട് വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അവരോടുകൂടെ യേശു നിൽക്കാൻ കാരണം ഈ ക്ലെയോപ്പാസിൻ്റെ ഭാര്യ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ആ സമയത്ത് എല്ലാവരും ഓടി ഒളിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന സ്ത്രീയാണ് ക്ലെയോപ്പാസിൻ്റെ ഭാര്യ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ദൈവത്തോടൊപ്പം നിൽക്കുന്ന ആളാണോ? നിങ്ങളുടെ ഭവനത്തിൽ യേശു വന്നിരിക്കും. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല. യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല. ഈ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനായിട്ട്. ശ്രദ്ധിച്ചേ, ഇവരൊറ്റ കാര്യം ചെയ്തുള്ളൂ. ഈ മനുഷ്യൻ്റെ ഭാര്യ കുരിശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നു മറിയത്തോടൊപ്പം. നിങ്ങളും ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്ന കാരണത്താൽ ദൈവം നിങ്ങളുടെ കൂടെ നടക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ മകനും മകളും കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്കാ, അവരിനി എന്നാ? അവരുടെ കൂടെ നടക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ആ ബന്ധം തകർന്നു പോകാതെ, ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാതെ, നിരാശയിലേക്ക് പോകാതെ അവരുടെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. അവർ അങ്ങ് അമേരിക്കയിലായിരിക്കും, കാനഡയിലായിരിക്കും, കോയമ്പത്തൂരായിരിക്കും, ബാംഗ്ലൂരായിരിക്കും, ഇവിടെ അടുത്തായിരിക്കും, കിലോമീറ്റർ അപ്പുറത്തായിരിക്കും, എവിടെയും ആകട്ടെ
മാറാതെ അവരുടെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്, അവരോടൊപ്പം നടക്കുന്നൊരു ദൈവമുണ്ട്. പാട്ടുകാരൻ മുമ്പേ പറഞ്ഞു പ്രാർത്ഥിച്ചില്ലേ, നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല, തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല. എഴുതിയിരിക്കുന്ന വാക്കെന്നു യേശു അവരോടൊപ്പം നടന്നു. യേശു അവരോടൊപ്പം നടന്നു. എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് എൻ്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ വീടിന്ന് പ്രശ്നത്തിലാണ്, എൻ്റെ സാമ്പത്തികം ഭയങ്കര പ്രയാസത്തിലാണ്, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയ ഒരു സാഹചര്യമുണ്ട്. നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. അവർ തിരിച്ച് അവരെ നടത്തിയ ഒരു ദൈവമുണ്ട്. ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. ആ കാര്യമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അതിൻ്റെ അനുഗ്രഹം കിട്ടി പോകാൻ ഇടവരട്ടെ. കർത്താവ്, ഇന്ന് ഞങ്ങൾ വായിച്ച് കേട്ടതാണ്, ക്ലയോപ്പാസ് 2 ശിഷ്യന്മാർ 2 പേർ എങ്ങനെ പോകുമ്പോൾ അവർ വിഷമമുള്ളവരായിരുന്നു, നിരാശയുള്ളവരായിരുന്നു, വാദപ്രതിവാദം നടത്തി ഇങ്ങനെ പോകുമ്പോൾ എഴുതിയിരിക്കുക, യേശുവും അവരോടൊപ്പം നടന്നു എന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തോടൊപ്പം യേശുവേ അങ്ങ് നടക്കണമേ. ഞങ്ങൾ തകർന്നു പോകാതിരിക്കാൻ അങ്ങയുടെ കരം എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ നമുക്ക് ചോദ്യമുണ്ട്. ക്ലയോപ്പാസ് എന്ന് പറയുന്ന വ്യക്തിയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശു കൂടെ നിൽക്കാൻ കാരണമെന്ന, ക്ലയോപ്പാസിന്റെ ഭാര്യ ആ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോടൊപ്പം കൂടെ നിന്ന ആളാണ്, ഒരു ബലമായി കൂടെ നിന്ന ആളാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു കുടുംബത്തെയും ദൈവം ഉപേക്ഷിക്കുകയില്ല. അവരുടെ തലമുറയെ ദൈവം കൈവിടുകയില്ല. അവരുടെ കാര്യങ്ങളിൽ ദൈവം ഒപ്പം നിൽക്കും. ആരും കൂടെ നിന്നില്ലേലും ദൈവം എൻ്റെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന നമ്മുടെ മിത്രങ്ങളും സുഹൃത്തുക്കളും ഇവിടെ ആരും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് വലിയ നിർബന്ധമില്ല. അവരൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ മാറിപ്പോകും. പക്ഷേ എൻ്റെ ദൈവം ഒരിക്കലും എന്നോട് പിണങ്ങുകയില്ല. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരാൾ നശിച്ചു എന്ന് കേൾക്കാൻ ഇടയായി. എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഞാനും ചില ദിവസങ്ങളിൽ അത് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു വ്യക്തിയും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ആരും ഞങ്ങളോട് വിളിച്ചു പറയാൻ ഇടയാകരുത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി വിഷം കഴിച്ച് ആശുപത്രി കിടക്കുക, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഇടയാകരുത്. ഒരാൾ പോലും ഒരനർത്ഥം അവരുടെ വീട്ടിൽ വരാൻ പാടില്ല, ഒരു ദോഷം വരാം. നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഒരു തകർച്ചയും വരരുത്. അങ്ങയുടെ വചനം കേൾക്കുന്ന എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയും വിളിച്ചു പറയാൻ ഇടയാകരുത്, എൻ്റെ മകൾ ഒരാളുടെ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. അനുഗ്രഹമുള്ള കാര്യങ്ങൾ പകരം കേൾക്കാൻ ഇടവരണം. നിങ്ങൾ പ്രാർത്ഥിച്ച് എത്ര റിസ്ക് എടുത്ത് കഷ്ടപ്പാട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം നോക്കിയാൽ അറിയാം, ഇന്നലകളിൽ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട് ഈ മുഖത്ത്. ഇവരുടെയൊക്കെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വരുമ്പോൾ ക്ഷീണമുണ്ട് മുഖത്ത്. ഈ ക്ഷീണവും വെച്ചിട്ടാണ് ഈ മണിക്കൂറുകൾ 5 മണിക്കും 2:30ക്കും 3 മണിക്കും ഈ ഹാളിനകത്ത് കയറി ഇരുന്നവരുണ്ട്. ഇതിനകത്ത് കയറി നിസ്സാരമായ കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ഇവിടെ പ്രാർത്ഥിച്ചത് അങ്ങച്ചമ്പതർ പറഞ്ഞു, ജനം തീക്ഷ്ണതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മളെക്കാളെന്ന്. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെ മുമ്പിലുണ്ട്. ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു വലിയ നന്മയ്ക്ക് കാരണമാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന ക്ലയോപ്പാസിൻ്റെ ഭാര്യ അവിടെ നിന്നുകൊണ്ട്, ക്ലയോപ്പാസ് എന്ന് പറയുന്ന വ്യക്തി എമ്മാവൂസിലേക്ക് യേശു കൂടെ നടന്നു, അവരുടെ ഒപ്പം നിന്നു, അവരോടൊപ്പം താമസിച്ചു, നഷ്ടപ്പെടുവാൻ സമ്മതിച്ചില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് വചനം കേൾക്കുന്ന ഒരു അമ്മയാകും ഒരു അപ്പനാവിടെ ഇരിക്കുന്നത്, നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീടുകളിലുണ്ടല്ലോ ചില അത്ഭുതങ്ങൾ ഉണ്ടായി വരണം. നിങ്ങളിലൂടെ ഒരു തലമുറ, അനുഗ്രഹത്തിൻ്റെ തലമുറ ഉണ്ടായി വരണം. ഹല്ലേലൂയ. ഇതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂലേ, ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് ഇന്ന് വൈകുന്നേരം 5 മണിക്കായിരിക്കും, 8 മണിക്കായിരിക്കും, നാളെ 5 മണിക്കായിരിക്കും. വീടിൻ്റെ തിണ്ണയിൽ കയറുമ്പോൾ നിങ്ങൾ പറയണം, ആ സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മുഴുവൻ അനുഗ്രഹവും കർത്താവ് എൻ്റെ കുടുംബത്തിൽ അങ്ങ് ഉറപ്പിക്കണമേ. അത് ആ അനുഗ്രഹം അവിടെ എത്താൻ പറ്റണം. ആ അനുഗ്രഹത്തെ അവിടെ കൊണ്ടു ചെല്ലണം, അവിടെ എത്തിക്കണം, നമ്മൾ അവിടെ എത്തിക്കണം. അത് അനുഗ്രഹമായി അത് വെളിപ്പെട്ടു വരും. ഒരു ദോഷവും വരികയില്ല,
ഒരു തിന്മയും വരത്തില്ല. ഇതിനോട് ചേർന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയാനായി സത്യത്തിൽ ആഗ്രഹിച്ച് ഇവിടെ വന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ഒന്ന് വായിക്കുകയാണ്. 22-ാം അധ്യായം അബ്രാഹത്തിൻ്റെ ബലിയാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത് നല്ല കാര്യം, ഇതൊക്കെ കാണാപ്പാടമായി എല്ലാവർക്കും. പക്ഷേ ഇതിനകത്ത് ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും. വിശ്വസിക്കുന്നു അനുഗ്രഹമായിട്ട് മാറുമെന്ന്. അനുഗ്രഹമായത് മാറും, അനുഗ്രഹമായത് മാറും, അനുഗ്രഹമായത് മാറി വരും. വായിക്കുകയാണ് 22-ാം അധ്യായം അബ്രാഹത്തെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അബ്രാഹത്തോട് പറയുവാണ്. ഇത് എല്ലാവർക്കും സുപരിചിതമാണ്. ഇതാണോ വീണ്ടും പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കും. എന്നാൽ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഒരു നല്ലൊരു അനുഗ്രഹം ഒരു പറയാൻ പോവുകയാണ്. അബ്രാഹത്തോട് പറയുക, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ. ഏതേലും മലമുകളിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരാ. നിനക്ക് ഇഷ്ടമുള്ളൊരു മലയിലോട്ട് ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ നീ കയറണം. അബ്രാഹാം ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്രാഹാം പറഞ്ഞില്ല, എനിക്ക് പ്രായം കുറേ ആയി, കൈവേദനയാണ്, കാലുവേദനയാണ്, നടുവയ്യ, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഈ വയ്യാത്ത എനിക്ക് ഈ മല കയറാനൊന്നും ഒക്കത്തില്ലെന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കാത്തൊരു അബ്രാഹത്തെ അവിടെ കാണാൻ പറ്റും. എങ്ങനത്തെ അബ്രാഹത്തെ? മടി കാണിക്കാത്ത അബ്രാഹാം. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വേണേൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരെ, ഇത് ഓൺലൈനിലൂടെ കണ്ടാൽ പോരെ. ഈ വയനാട്ടിലേക്ക് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? അവിടെ ഒരു വാക്കുണ്ട്, അബ്രാഹത്തോട് പറയുക, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് മലയുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ വേണം നീ പോകാൻ. ഒരു പക്ഷേ ഈ ആലയം നിങ്ങൾ വന്നത് ദൈവം നിനക്ക് കാണിച്ചു തന്ന ഒരു മലമുകളായിരിക്കും. ദൈവം നിന്നോട് പോകാൻ പറഞ്ഞ ഒരു സ്ഥലമായിരിക്കും ഈ മലമുകൾ. അതുകൊണ്ടായിരിക്കും ആരോ ഉന്തി തള്ളി കൊണ്ടുവരുന്ന പോലെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആരുമാകട്ടെ നിങ്ങൾ. അപ്പം നിങ്ങളും വരാൻ മടി കാണിച്ചില്ല. മടി കാണിക്കാതിരുന്നാൽ അനുഗ്രഹിക്കുന്ന കാര്യത്തിലും ദൈവം ഒട്ടും മടി കാണിക്കത്തില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ മടി പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ കാണാനേ പറ്റുന്നില്ല. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞില്ല, എനിക്ക് തീരെ വയസ്സാം കാലത്ത് എന്നോട് ഈ മല കയറാനൊന്നും പറയല്, വേണേ ഞാൻ ഈ താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി വേണ്ട പോലെ ചെയ്യാം. ഇല്ല, അബ്രഹാം മറുത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. 3-ാമത്തെ വാക്യം, അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ്. അപ്പോൾ അതിരാവിലെ എഴുന്നേക്കാനും മടി കാണിച്ചില്ല. നമ്മൾ പറയില്ലേ, അതിരാവിലെ എന്നെ നമ്മുടെ അതിരാവിലെ അല്ല കേട്ടോ, ഈ അതിരാവിലെ നമ്മുടെ അതിരാവിലെ 8:45 ആകുമ്പോഴാണ്, നമ്മുടെ അതിരാവിലെ 7:15 ആകുമ്പോഴാണ്, ചിലരുടെ അതിരാവിലെ 11:30 ആകുമ്പോഴാണ്. ആ അതിരാവിലെ അല്ല, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതിരാവിലെ 7 മണിക്ക് ചിലരെ വിളിച്ചാൽ പറയും, ഇത്ര നേരത്തെ എന്നാ വിളിക്കുന്നതെന്ന് ചോദിക്കും. നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു എന്നാലും പറയും നേരത്തെ, അയ്യോ ഞങ്ങൾ 7 മണിക്ക് എഴുന്നേറ്റെന്ന്. അയ്യോ അതിരാവിലെ അല്ല, അത് പ്രഭാതമായി. അതിരാവിലെ എന്ന് പറഞ്ഞ സൂര്യൻ ഉദിക്കുന്ന ആ തൊട്ട് സമയമാണ് അതിരാവിലെ. ഈ വയസ്സുള്ള മനുഷ്യൻ പറയില്ലേ, എനിക്ക് ബോഡി പെയിൻ ആണ്, അതുകൊണ്ട് ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമലായിട്ട് എഴുന്നേക്കുന്ന. മടി കാണിച്ച് അവിടെ കിടന്നില്ല, അതിരാവിലെ എഴുന്നേറ്റു. നിങ്ങളും ദിവസേന വചനം കേൾക്കുന്ന നിങ്ങൾ അതിരാവിലെ മടി കൂടാതെ എഴുന്നേൽക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി. കഴിഞ്ഞ വ്യാഴം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയുള്ള 5:30 സമയത്ത് 78,000 പേരൊക്കെ ലൈവിൽ കാണുന്നുണ്ട്. 78,000 പേരൊക്കെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കാൻ എഴുന്നേറ്റിരിക്കുവാണ്. ഇന്ത്യ ഈ രാജ്യത്തല്ല, വേറെ രാജ്യത്തൊക്കെ അവർക്ക് 2:30 ചിലർക്കത് 3:30, ചിലർക്കത് 3 മണിയാണ്. എന്നാലും ആ ടൈം പീസ് വെച്ച് എഴുന്നേറ്റ് ഇന്ത്യൻ സമയം തന്നെ കാണുവാണ്. വചനം കേൾക്കാൻ മടി കാണിക്കാത്ത, നിലത്തിരിക്കാൻ മടി കാണിക്കാത്ത, ഇവിടെ ഈ തിങ്ങിക്കൂടി നമ്മൾ ആരെ കൊണ്ട് പറ്റും? ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4 ജനലേ ഉള്ളൂ, ചൊക്കടാച്ച് 4-5 ഫാനും ഇരിപ്പുണ്ട്. പരാതി പറയാനാണ് 100. ഇവിടെ എത്ര സഹോദരങ്ങളായിരിക്കുന്നത്. സാറ് സ്ത്രീകളാണ് പിന്നെ സഹിച്ചിരിക്കും. ആണുങ്ങൾ ഈ ചൂടത്ത് ആരെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും. അതെന്തോ ആരും പോകുന്നില്ലല്ലോ. അയ്യോ ആരും പോകുന്നില്ല.
ആരെ നിർബന്ധിച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഒട്ടിച്ച് വച്ചിരിക്കുമല്ല, എല്ലാവർക്കും എഴുന്നേറ്റ് പോകാമല്ലോ. അത് നിങ്ങളുടെ നല്ല മനസ്സാണ്. ഈ വചനം കേൾക്കാൻ ചൂടൊരു പ്രശ്നമല്ല, ഇവിടെ ഈ നിലത്തൊരു പ്രശ്നമല്ല, ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്നോളാം. ഈ വചനത്തോട് വചനം കേൾക്കാൻ മടി കാണിക്കാത്ത നിങ്ങളുടെ മനസ്സിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അത് ഞാൻ വ്യക്തമായിട്ട് ഇത് പറയാം. അബ്രാഹത്തിന് വേണേ പറയായിരുന്നു, രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണവും കഴിച്ചിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ടെന്നൊക്കെ പറയാൻ പാടില്ലേ. പുള്ളി നമ്മുടെ പ്രായമല്ലല്ലോ, നല്ല പ്രായമുള്ള ആളാണ് അബ്രാഹാം. ഒട്ടും മടി കാണിച്ചില്ല. പിന്നെയും വായിക്ക്. അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ട ഏതേലും സ്ഥലത്തേക്കല്ല. ഏത് സ്ഥലവാ? ദൈവം പറഞ്ഞ സ്ഥലവോ? ദൈവം ചില സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ നമ്മളോടും പറയും, എന്നോടും പറയും. ചില മനുഷ്യരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് പറയും, ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക. നമുക്കത് മനസ്സിൽ തോന്നും. ആരെങ്കിലുമൊക്കെ പറയും, എനിക്കും ഓടം വരുന്നു പോയി ദൈവം പറഞ്ഞ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങളും ദൈവം പറഞ്ഞ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ദൈവം നിങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. അതൊരു അനുഗ്രഹമാണ്. ബൈബിൾ ഒരു വാക്കുണ്ട്, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. അതാ ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങളുടെയും ഒരു കാരണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, മടി കാണിക്കാതെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാൾ, മടി കാണിക്കാതെ എഴുന്നേൽക്കുന്ന ഒരാൾ, മടി കാണിക്കാതെ ഇനി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അബ്രഹാം പറഞ്ഞില്ല, അപ്പുറത്തെ മല കുറച്ചുകൂടെ ചെറുതാണ്, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അതൊക്കെ അത്രയും വലിയ മലയുടെ മുകളിൽ എനിക്കിത് കയറാനൊക്കത്തില്ല, എൻ്റെ കാല് ഒന്നും പറഞ്ഞില്ല, മറുത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മടി കാണിക്കാത്ത പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ മടി കാണിക്കാത്തവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൽ നിറച്ചിരിക്കും. നിങ്ങൾ ഒരു നിമിഷം ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. മടി കാണിക്കാത്തൊരു മനസ്സുള്ള എത്ര ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര യുവാക്കളുണ്ട്, നല്ല ചില സ്വപ്നങ്ങളോടെ പ്രാർത്ഥിക്കുന്ന യുവാക്കളുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, എത്ര പേരാ ഈ മുമ്പിൽ, ഈ കസേരയുടെ മുമ്പിൽ ഒരാൾ ഇരിക്കേണ്ട സ്ഥാനത്ത് 3 പേരിരിപ്പുണ്ട്. ശുശ്രൂഷകർ വന്ന് പറഞ്ഞു, ആ ഒരു 2 ഫാനും കൂടെ വെച്ച് കൊടുക്കണം, അവിടെയുള്ളവർക്ക് ശ്വാസം മുട്ടുന്നു. കാല് വെക്കാൻ പറ്റില്ല, കൈ നേരെ വെക്കാൻ പറ്റില്ല, നേരെ ഇരിക്കാൻ പറ്റില്ല. ഇത് 5 മിനിറ്റ് ഇരുന്നാൽ മതിയോ, 10 മിനിറ്റ് ഇരുന്നാൽ മതിയോ? എത്ര സമയമാണ് ഇങ്ങനെ ഇരിക്കാൻ മടി കാണിക്കാത്ത എത്ര അമ്മമാർ, ഇങ്ങനെ ഇരിക്കാൻ മടി കാണിക്കാത്ത എത്ര അപ്പച്ചന്മാർ, ഇങ്ങനെ നിന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ. ആ ഗേറ്റിൻ്റെ അവിടേക്ക് ആളുകൾ നിന്നുകൊണ്ട് വചനം കേൾക്കുന്നു, മുറ്റത്തിരുന്ന് വചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം, ഞാൻ ആരും ആയതുകൊണ്ടോ, ഞാൻ വലിയ പുള്ളി ആയതുകൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹമാണ്, ആ വിശ്വാസമാണ് നിങ്ങളെ ഇങ്ങനെ ഇരുത്തിയത്, നിർത്തിയത്. അത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അത് കാണുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കുന്നത് കാണാൻ തന്നെ കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഞാൻ ശുശ്രൂഷകരോട് ഇടയ്ക്ക് പറയാറുണ്ട്, ഇത് കാണാൻ തന്നെ ഈ ആയുസ്സിലൊരു ഭാഗ്യം കിട്ടിയില്ലേ നമുക്ക്? ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയില്ലേ? ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്. അബ്രഹാം മടി കാണിച്ചില്ല, ഒട്ടും മടി കാണിച്ചില്ല. ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പോകാനോ യാത്ര ചെയ്യാനോ വണ്ടി ഓടിച്ചു ഒന്നും മടി കാണിക്കാത്തവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന കാര്യത്തിലും ഒട്ടും മടി കാണിക്കുകയില്ല. സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്ന് ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്ന് സഹോദര സഹോദരി നിന്നെ അനുഗ്രഹിക്കും. നീ എത്തേണ്ട സ്ഥലത്ത് വിജയത്തോടെ എത്തും. ഇന്ന് പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെ മാറ്റി ദൈവം നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കും. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് ഭാരമായും പ്രയാസമായൊക്കെ തോന്നിയാലും നീ എത്തേണ്ടിടത്ത് എത്തിയിരിക്കൂ. ഒന്നായി ഇരുന്നുകൊണ്ട് തന്നെ 1 കൈയോ 2 കൈയോ സാധ്യമെങ്കിൽ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. സ്വർഗത്തിന്റെ വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നിരിക്കും. സ്വർഗത്തിന്റെ കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ മടി കാണിച്ചില്ല. എനിക്കിവിടെ വരാൻ എത്ര രാവിലെ എഴുന്നേറ്റ് പോന്നു, രാത്രി യാത്ര
യാത്ര ചെയ്തു. തിരിച്ചങ്ങോട്ട് യാത്ര ചെയ്യണം. എൻ്റെ വീട്ടിൽ 100 ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പിള്ളേർ വീട്ടിലുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് വണ്ടിയെ കയറി ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും മടി കാണിക്കാത്ത അമ്മമാരെ, മടി കാണിക്കാത്ത അപ്പച്ചന്മാരെ, മടി കാണിക്കാത്ത സഹോദരി കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളിലേക്ക് പകരുന്ന സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. കരങ്ങൾ താഴ്ത്താ. ശ്രദ്ധിച്ചോ, മടി കാണിച്ചില്ല. എന്നോട് ഇന്ന് കൊല്ലത്തുനിന്ന് ഒരാൾ വന്നേ, കൊല്ലത്തുനിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കോഴിക്കോട് എത്തിയപ്പോൾ ഒന്ന് സ്കിപ്പായി വണ്ടി പോസ്റ്റിൻ്റെ തട്ടി. പുറകുവശമൊക്കെ നല്ല പരിക്കായി. പെട്രോൾ, ഡീസലാണോ പെട്രോളോ എന്നറിയാൻ പാടില്ല, അതെല്ലാം ചളുങ്ങിപ്പോയി. കോഴിക്കോട് എത്തിയപ്പോൾ വണ്ടി ഇടിച്ചു. പക്ഷെ എന്നാലും കൈക്കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാർ വരെയുണ്ട്. എന്നാലും ആ കേടായ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നു, തിരിച്ചു പോയില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരാളെയും കൊണ്ട് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി ആ ടാങ്ക് തുറക്കാൻ പാകത്തിനൊന്ന് ആക്കി വെച്ചിട്ട് വണ്ടി തട്ടി. ആർക്കൊന്നും പറ്റിയില്ല. പക്ഷെ എന്നാൽ ആ തട്ടിയ വണ്ടിയായിട്ട് അവിടെ വന്നിരിക്കുന്നു. 47 സീറ്റുള്ള 48 പേർക്ക് ഇരിക്കാവുന്ന ബസ്സിൽ 52 പേര് വന്നു. ബാക്കി ഉള്ളവർ നിലത്തായിരുന്നേന്ന്. ബസ്സിൻ്റെ നിലത്ത്. നമ്മളിപ്പോൾ ദൂരെ 10 മിനിറ്റ് പോയാൽ മതി, മണിക്കൂറുകൾ ബസ്സിൻ്റെ നിലത്തിരുന്ന് വന്നവരുണ്ട്. ബസ് സീറ്റില്ല, നിലത്ത്, വെറും ബസ്സിൻ്റെ നിലത്തിരുന്ന് വന്ന സഹോദരങ്ങളുണ്ട്, അമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ മടി കാണിക്കാതിരുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ അനുഗ്രഹം എണ്ണി പറയാൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നാവ് കൊണ്ട് അതിനൊരു ഭാഗ്യം ഉണ്ടാവും. ഇങ്ങനെ വിളിച്ചു പറയാൻ. മൈക്കെടുത്തൊന്നും പറയാൻ പറ്റിയില്ല. മൈക്കെടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം ഉണ്ടായി എന്ന് പറയാൻ ഇടവരുന്ന കാലമുണ്ട്. ഹല്ലേലൂയ. അടുത്ത ഭാഗം കൂടെ വായിക്കുകയാണ്. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. ഇത് നമ്മൾ ഇന്നും വിശ്വാസത്തോടെ തല ഉയർത്തിയാൽ ദൈവം നിനക്ക് ഉയർത്തിയത് അങ്ങ് കാണാൻ പറ്റും. ഇന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇന്ന് ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ തല ഉയർത്തി നോക്ക്. ഞങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനയിൽ നിൽക്കുന്നവർ, വചനം പ്രസംഗിക്കുന്ന ഞങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നുണ്ട് കുടുംബജീവിതം തകർന്ന് വിഷമിക്കുന്നവർ അങ്ങ് അകലെ ഇരിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അങ്ങ് അപ്പുറത്തിരിക്കും. തല ഉയർത്തി നോക്കിയപ്പോഴാണ് സങ്കടപ്പെടുന്ന പല മനുഷ്യരെയും കണ്ടത്. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടതുകൊണ്ടാണ് ഓരോ ശുശ്രൂഷകൾ ദൈവം ഓരോ കാലത്തും ഉയർത്തി തരുന്നത്. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ അങ്ങിരിക്കുന്നു. മക്കൾ വഴിതെറ്റിപ്പോയതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നവർ അടുക്കളയിൽ തല താഴ്ത്തിയിരിക്കുന്നു. തല ഉയർത്തി നോക്കുമ്പോൾ സങ്കടമുള്ള ഒരുപാട് മനുഷ്യരെ ചുറ്റും കാണാൻ പറ്റും. നിങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ എന്ത് കാണും? ദൈവം നിനക്ക് ഒരുക്കിയത് കാണാൻ കഴിയട്ടെ. ദൈവം നിനക്ക് ഒരുക്കിയ അനുഗ്രഹം. എഴുതിയിരിക്കുക, വാക്കൊന്ന് വായിച്ചേ. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കി. എന്തിനാ തല ഉയർത്തി നോക്കുന്ന? തല ഉയർത്തി നോക്കുമ്പോൾ നിനക്ക് ദൈവം ഒരുക്കിയ നന്മ കാണാൻ പറ്റും. 3-ാം ദിവസം, 3 ദിവസമായിട്ട് നടപ്പാണ്. 3-ാം ദിവസം തല ഉയർത്തി നോക്കുമ്പോൾ, ഇന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച്, നിങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തല ഉയർത്തി നോക്കണം. അപ്പോൾ ദൈവം നിനക്ക് ഒരുക്കിയ നന്മ, ദൈവം നിനക്ക് ഒരുക്കിയ ചില വഴികൾ, ദൈവം നിനക്ക് ഒരുക്കി തന്ന ചില സൗഖ്യങ്ങളെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ. തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അകലെ ആ സ്ഥലം കണ്ടു. 5-ാമത്തെ വാക്യം. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി. 6-ാമത്തെ വാക്യം വായിച്ചു. 6-ാമത്തെ വാക്യം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്തു. ഇത് ഭയങ്കര കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് വാക്യം എല്ലാവരും ഒന്ന് കേൾക്കണം. ഇങ്ങനെ എഴുതിയിരിക്കുവാണ്. ഇത് വാക്യം 6 അല്ലേ? 6. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത്, വിറക് ഉണങ്ങിയ വിറക്, കൊത്തിക്കീറിയ വിറകെടുത്തു, മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. അബ്രഹാം മകനായ ഇസഹാക്കിന്റെ തോളത്ത് വെച്ചു കൊടുത്തു. അത് വെച്ചു കൊടുത്തു. ഇപ്പൊ എന്തായി? വിറകായി. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. കത്തിയും തീയും വലിയ ഭാരമില്ലാത്ത അത് അബ്രഹാം തന്നെ എടുത്തു. ഇപ്പൊ എന്തൊക്കെയായി? വിറകായി, കത്തിയായി, തീയുമായി. എന്നിട്ട് അബ്രഹാം പോവുകയാണ്. അപ്പോൾ മകൻ ചോദിക്കുവാണ്. 7-ാമത്തെ വാക്യം. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു.
പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഒരു ചോദ്യം ചോദിക്കുക മകൻ അപ്പനോട്. അപ്പ വിറകുണ്ട്, തീയും കത്തിയും അങ്ങയുടെ കയ്യിലുണ്ട്, ഈ ബലി അർപ്പിക്കാനുള്ള ആടിനെ ഇല്ലല്ലോ. ഒരു കാര്യം ശ്രദ്ധിച്ചോണോ, ഈ കൊച്ചിനറിയായിരുന്നു എങ്ങനെയാ ബലി അർപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണല്ലോ ചോദിച്ചേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറിയാമോ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ? ഇന്നത്തെ കാലത്തെ പോലെ ഭേദപാഠമോ പള്ളിയോ ഇടവകയോ മതാധ്യാപകരോ ഒന്നുമില്ലാത്ത കാലത്ത് അബ്രാഹത്തോട് മകൻ ചോദിക്കുക, അപ്പ പിതാവേ, അപ്പൻ ചോദിക്കുക, എന്താ മകനെ പറ. അപ്പോൾ മകൻ ചോദിക്കുക, ആടുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, ബലി അർപ്പിക്കാനുള്ള ആ കുഞ്ഞാടെവിടെ? അത് ചോദിക്കാൻ കാരണം ആ കൊച്ചിന് പോലും അറിയായിരുന്നു ബലി അർപ്പിക്കാൻ എന്തൊക്കെ വേണമെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അറിയാൻ ഭാഗ്യമുണ്ടാകണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് വചനം കേൾക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്, എല്ലാം അറിയാം. അന്നത്തെ കാലത്ത് അബ്രാഹത്തിൻ്റെ മകന് പോലും ഇതറിയായിരുന്നു. ഹല്ലേലൂയ. ഇനി ബലി പോവുകയാണ്. 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ ബലിപീഠം ഉണ്ടാക്കി വെച്ചിട്ടില്ല, ബലിപീഠം. അപ്പൊ ബലിപീഠം പണിയാൻ മടി കാണിച്ചില്ല, ആ മല കയറിപ്പോകാൻ മടി കാണിച്ചില്ല, ആ വിറകടും കത്തിയും എടുത്ത് പോകാൻ ഒന്നിനും മടി കാണിച്ചില്ല. ഇനി ഈ വാക്യം ഒന്ന് വായിച്ച്, ഈ വാക്യം വായിച്ച് 16-ാമത്തെ വാക്യം വായിക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. ആ ഒരൊറ്റ വാക്കിന് പല പ്രാവശ്യം റൗണ്ട് വട്ടത്തിൽ വരച്ചോണം. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ നീ മടി കാണിക്കാത്തോണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ലേ? മടി കാണിക്കാത്തോണ്ട് ദൈവത്തിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കാൻ മടി കാണിക്കല്. അബ്രാഹത്തോട് ദൈവം പറയുക, ദൈവത്തിൻ്റെ മുമ്പിൽ നീ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ മടി കാണിക്കാത്തോണ്ട്, മടി പിടിച്ച് അവിടെ ഇരിക്കാത്തോണ്ട് നിന്നോട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ ഇച്ചിരെ കുറച്ചായിട്ട് അനുഗ്രഹിക്കുന്നല്ല. ആ വാക്ക് തന്നെ നോക്കൂ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തരുന്നൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിന്നെ കുറച്ച് അനുഗ്രഹിക്കാൻ കേട്ടോ, ഞാൻ നിന്നെ ഒരു ഇച്ചിരി അനുഗ്രഹിച്ച് വിട്ടേക്കാന്നല്ല, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയും. എപ്പോഴാ? മടി കാണിക്കാത്തവന്റെ മേൽ വന്നത് സമൃദ്ധിയായ അനുഗ്രഹമാണ്. അബ്രാഹാം ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ല, മടി പിടിച്ച് പറഞ്ഞില്ല, കുറ്റം പറഞ്ഞില്ല, എന്തു വർത്തമാനമായി പറയുന്നത്, ദൈവത്തോടൊന്നും പറഞ്ഞില്ല. ദൈവം പറയുക, നിന്റെ ഏകപുത്രനെ പോലും തരാൻ മടി കാണിക്കാത്തോണ്ട്, അവിടെ നിന്ന് വിറക് എടുത്തു വരാൻ മടി കാണിക്കാത്തോണ്ട്, അതിരാവിലെ എഴുന്നേക്കാൻ മടി കാണിക്കാത്തോണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. നമുക്ക് തോന്നില്ലേ ആ വാക്കെന്തിനാ അവിടെ വന്നത്? സമൃദ്ധി. ആ വാക്ക് നല്ലതാണ്. എന്നോട് നിങ്ങളോട് ആ വാക്ക്, ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെ അനുഗ്രഹിക്കുന്ന? ആ വാക്കൊന്ന് പറഞ്ഞ്, സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവം. എന്നെ നിങ്ങളെ ഈ അനുഗ്രഹം സമൃദ്ധമായിട്ട് വിശ്വസിക്കുന്നു. ഇച്ചിരി അനുഗ്രഹിക്കുക. ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് നമ്മളെ പോലെ പിശുക്കില്ല. എന്തില്ല? നമ്മൾ പിശുക്കുണ്ട് ഇല്ലേ? ഉണ്ട്, ഇച്ചിരി പിശുക്കുണ്ട്. നമ്മൾ കീശ തപ്പം നോക്കും, 10 രൂപയാണ് 50 രൂപയാണ്, 50 രൂപ കീശിട്ട് 10 രൂപ കൈ പിടിച്ചു. അച്ചിരി പിശുക്കുണ്ട്. ദൈവത്തിന് പിശുക്കില്ല. എന്തില്ല? നമ്മുടെ പ്രാർത്ഥനാ നിയോഗത്തിൽ വരെ പിശുക്കുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് എങ്ങനെയേലും ഒരു വീട് തരണമേ, ഞങ്ങൾക്കൊരു കുഞ്ഞ് വീട് തരണമേ. പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നല്ലൊരു വീട് തരണമെന്ന് പ്രാർത്ഥിക്കും, നല്ല അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കും, നല്ല ശുശ്രൂഷ തരണമെന്ന് പ്രാർത്ഥിക്കും, നല്ല ആരോഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കും. അതിന് പൈസയൊന്നും മുടക്കില്ല, പേടിക്കൊന്നും വേണ്ട, അതിന് ഡൊണേഷൻ വേണ്ട, സ്തോത്രക്കാഴ്ച വേണ്ട, പിന്നെന്ത് വേണ്ട? ഇതൊന്നും വേണ്ട. നല്ലൊരു മനസ്സ് മതി, മടിക്കാത്തൊരു മനസ്സ്, മടിയില്ലാത്തൊരു മനസ്സ് മതി. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ കുറച്ച് അനുഗ്രഹിക്കുക. ഇപ്പം ബാക്കി മലയിൽ നിന്ന് ഇറങ്ങി താഴെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ അല്ല, ഞാൻ നിന്നെ ഇവിടെ വച്ച് നിന്റെ ഏകപുത്രനെ പോലും തരാൻ മടി കാണിക്കാത്തോണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലരോട് അത് ദൈവം പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലരങ്ങ് അറ്റത്തു നിന്നാണ് വന്നത്, അങ്ങ് തിരുവനന്തപുരത്തു, ചിലരങ്ങ് കാസർഗോഡ് നിന്നാണ്. വീട്ടിലെത്തുമോ, ഇനി ഇന്ന് എത്തുമോ, ബസ് കിട്ടുമോ?
അങ്ങന്ന് ഈ മല കയറി ഇവിടെ വരാൻ മടി കാണിക്കാതെ വണ്ടിയിലും ഇരുന്ന് ചിലർ ചുരം കയറിയപ്പോൾ ഛർദ്ദിച്ചു, ക്ഷീണമായി, ഇവിടെ കിടക്കാനൊരു സ്ഥലം കിട്ടിയില്ല, ഒന്നും സുഖമായില്ല, 2 ദിവസത്തെ ഉറക്കമൊക്കെ പോയി. ദൈവം നിന്നോട് പറയുക, ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും മടി കാണിക്കാത്തോണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത്. അത് വിശ്വസിച്ചൊരു ഹാലേലൂയ ഉറക്കെന്ന് പറഞ്ഞേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. മടി കാണിക്കാത്തോണ്ട് നിന്നെ ഞാൻ ശപഥം, അത് ചുമ്മാ പറയുമല്ല കേട്ടോ, ഞാൻ നിന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്കാന്നല്ല, ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇനി ഒരു വാക്കത് 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. അടുത്ത ഭാഗം, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് നല്ല ഉറപ്പായി. അടുത്ത ഭാഗം, കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചു. എനിക്ക് ഈ ഏകപുത്രനെ തരാൻ നീ മടി കാണിച്ചില്ല. മടി, ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവികമായ കാര്യങ്ങൾക്ക് ഒരിക്കലും മടി കാണിക്കല്ലേ. മടി കാണിക്കുമോ? മടി കാണിക്കരുത്. ദൈവവും നിന്നെ അനുഗ്രഹിക്കുന്ന എങ്ങനെയായിരിക്കും? സമൃദ്ധമായിട്ടായിരിക്കും. പ്രാർത്ഥിക്കുക. 5:30 എഴുന്നേക്കണോ? 8:30 പ്രാർത്ഥിച്ചാൽ പോരെ? ഇല്ലെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. അത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ, അല്ല സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കാരണമാവും. ഹല്ലേലൂയ. എനിക്കൊരു സന്തോഷം തോന്നി. ഇവിടെ വന്ന ഒരാളെ ദൈവം സമൃദ്ധമായിട്ട്, ഒരു രീതിയിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. സൗണ്ട് കൈകാര്യം ചെയ്യുന്ന ജെറിൻ, പഴയ ഒരു കാറിനാണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ? പഴയ ഒരു കാറ്. ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, ചുരത്തെ കേടായിപ്പോയി, അവിടെ കിടക്കട്ടെ. അതുപോലെ ലക്കിടിയിൽ അവിടെ കിടപ്പുണ്ട്, വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. എത്ര ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് പറഞ്ഞേ. ഒരു വണ്ടി മേടിച്ച കാര്യമല്ല. ഈ വ്യക്തി വരാൻ അങ്ങ് മുക്കത്തുനിന്ന് വരണം. ഇവിടെ 7 മണിക്കെത്തും. 7 മണിക്കെത്തും. അങ്ങ് 3-4 മണിക്ക് എഴുന്നേറ്റ് വരുന്നതാ. ഞാൻ വിശ്വസിക്കുക സഹോദര, ഞാൻ വിശ്വസിക്കുവാണ് അങ്ങനെയൊക്കെ വരാൻ. ഈ മോട്ടോർ സൈക്കിളിനും അവിടുന്ന് കോഴിക്കോട് ഒരു കാലാവസ്ഥ, ചുരം കയറുമ്പോൾ വേറൊരു കാലാവസ്ഥ, ചിലപ്പോൾ ഇവിടെ തണുപ്പ്, ചിലപ്പോൾ ഇവിടെ മഞ്ഞ്, ചിലപ്പോൾ കോടമഞ്ഞ്. വരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. പാട്ട് പാടുന്ന വ്യക്തി മാസങ്ങളായി വർഷങ്ങളായി പാലായിൽ നിന്നാണ് വരുന്നത്. എല്ലാ ദിവസവും ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴും ഇങ്ങോട്ട് പോരാൻ സമയമാവും. ഇവിടുന്ന് പാലായി ചെല്ലുമ്പോൾ നാളെയാവും. പിന്നെ എല്ലാം തേച്ച് പെറുക്കി വരുമ്പോൾ ബുധനാഴ്ചയാവും. വാടകയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ വലിയൊരു വീട് ഞങ്ങൾക്ക് തന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇവിടെ താമസിച്ചോ, ഈ വീട്ടുകാരൊക്കെ അങ്ങ് UK-ലാണ്, അവരിവിടെ ആരുമില്ല, ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ പാട്ടുപാടുന്ന ജോൺ കൂടെയുള്ള സനൂപിനോട് പറഞ്ഞു, ഈ വീടിൻ്റെ മതിൽ കെട്ടിയ പൈസ ഉണ്ടായിരുന്നു, നമുക്കൊരു വീട് പണിയായിരുന്നല്ലോ. ഈ വീടിൻ്റെ ചുറ്റും തന്നെ എന്നാ വലിയ മതില, ഇവിടെയാണ് ഇവർ താമസിക്കുന്നുമില്ല. ഇവരൊക്കെ UK എന്ന രാജ്യത്താണ് ഇവർ വീട് പണിതിട്ടിരിക്കുക. വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ വരുമ്പോൾ 10-15 ദിവസമേ താമസിക്കത്തുള്ളൂ. അവർക്ക് 15 ദിവസം താമസിക്കാൻ ബ്രഹ്മാണ്ഡ ഒരു വലിയ 2 നില വീട്, ഒരുപാട് മുറികൾ, എല്ലാ സംവിധാനമുള്ള ഒരു വലിയ മുറികൾ, 1-2 അടുക്കള തന്നെ ആ വീടിനുണ്ട്. മിറ്റമെല്ലാം ഭയങ്കര ഗാർഡൻ ചെയ്ത് ഗേറ്റൊക്കെ ഇട്ട് പൂട്ടി വലിയ വീട്, 15 ദിവസം താമസിക്കാൻ. അപ്പോൾ ഈ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു, എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ. വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇന്ന് ആ മനുഷ്യരൊരു നല്ല വീട് ദൈവം അനുഗ്രഹിച്ച് വഴിയറമ്പിൽ നല്ലൊരു വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുക്കത്തുനിന്ന് വരുന്നവനും പാലായിൽ നിന്ന് വരുന്നവനും പല ഭാഗത്തും, ചിലർ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഇവിടെയുള്ള ശുശ്രൂഷകർ, നിങ്ങൾ ചിന്തിച്ചു, ഇവിടെയുള്ള ശുശ്രൂഷകർ വ്യാഴം വെള്ളി ദിവസം ഇവിടെ ശുശ്രൂഷയ്ക്ക് വരിക. വലിയ കൊമ്പത്തെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, എല്ലാം ഈ പാവപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെക്കാൾ സമ്പന്നരാണ് നിങ്ങൾ. ഇവിടെ എല്ലാം സാധാരണക്കാരായ ആളുകളാണ്. കൂലിവേലയ്ക്ക് പോകുന്നവർ വരെയുണ്ട്. അവരെന്തിനായി വ്യാഴം വെള്ളി ദിവസങ്ങൾ, ഞായറാഴ്ച പിന്നെ അവധിയായി, വ്യാഴം വെള്ളി ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെയാണ്. ഇവർക്കാർക്ക് ശമ്പളമൊന്നുമില്ല. ഇവർക്കറിയാം ദൈവസന്നിധി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മടി കാണിക്കാത്തോണ്ട് മക്കളിലേക്ക് ചില അനുഗ്രഹം വന്നു എന്ന് പലരും ഇവിടെ എഴുന്നേറ്റെന്ന് പറയും. കുടുംബത്തിൽ ചില അനുഗ്രഹം വന്നു എന്ന് എഴുന്നേറ്റെന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, സാക്ഷ്യം പറയാൻ. അങ്ങനെയുള്ള സമയം ഇതൊക്കെ ഓരോ സാക്ഷ്യമാണ്, ഞാൻ ചുമ്മാ പറയുമല്ല. കാര്യം വണ്ടിയുടെ കാര്യമാണോ വലുതെന്നൊക്കെ ചോദിക്കും. വീടാണോ വലുത്? വണ്ടിയില്ലാത്തവന് വണ്ടി ഒരു വലിയ കാര്യമാണ്, വീടില്ലാത്തവന് വീട് വലിയ കാര്യമാണ്. വാഹനമില്ലാത്തൊരു ആ വ്യക്തി ഒരു ദിവസം ഭയങ്കര മഴ പെയ്ത് ഭാര്യയും മക്കളുമായിട്ടെല്ലാം പോവുക. ഭാര്യയും മക്കളുമായിട്ടൊക്കെ പോയി, ഭയങ്കര മഴ, കുട എടുത്തിട്ടില്ല. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കും മനുഷ്യ, 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം.
ഒരു ഓട്ടോറിക്ഷ വിളിക്കുക, നിങ്ങൾ ഈ വായും പൊളിച്ച് നിൽക്കാതെ ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓട്ടോറിക്ഷ വിളിക്കാനല്ല, വണ്ടി ഓട്ടോറിക്ഷ കൊടുക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഇവരിങ്ങനെ ഈ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ഇവർ ഇങ്ങനെ പറയുമോ, എല്ലാവരും മഴയായതുകൊണ്ട് വേഗം വേഗം പോവുക, ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ള പൈസ കീശയിലില്ല. ഭാര്യയാണ് അവിടെ പ്രാന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കണ്ട. എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം അറിഞ്ഞതെന്നാണ് നിങ്ങൾ ചില ചിന്തിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ കീശ നോക്കിയിട്ട് പറയും 100 രൂപ പോലും ഇല്ല, ഓട്ടോക്കാരനോട് എങ്ങനെയാണ് കടം പറയുക? അപ്പോൾ ഈ മനുഷ്യൻ പറയും, അതിലേക്കൂടെ പോയ എല്ലാ ചുമല നിറവുള്ള, പച്ച നിറവുള്ള, കറുപ്പ് നിറവുള്ള വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ മനുഷ്യൻ ഓർത്തുനിന്ന്, ഒരു നനയാതെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വണ്ടി ഒരു അനുഗ്രഹമാണ്, വണ്ടി ഒരു അനുഗ്രഹമാണ്. ഇല്ലാത്ത വീട്ടിൽ 4 വണ്ടി കിടക്കുന്നവന് വണ്ടിയാണോ വലുതെന്ന് ചോദിക്കും. വണ്ടി, നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു വാഹനം പോലും ഇല്ലാത്തവർ ആ വാഹനത്തെ കൊതിയോടെ നോക്കുന്നുണ്ട്. ഇതുപോലൊരു വണ്ടി പഴയതായാലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, അബ്രാഹത്തോട് നീ നിൻ്റെ ഏക പുത്രനെ പോലും തരാൻ മടി കാണിച്ചില്ലല്ലോ. നിങ്ങളിവിടെ വരാൻ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം വരാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ട്, പഞ്ചായത്തിൽ പോകേണ്ട കാര്യമുണ്ട്, എൻ്റെ ഒരു കുടുംബക്കാരുടെ വീട്ടിലൊരു ആഘോഷത്തിന് പോകേണ്ട ആളാണ് നാളെ, എനിക്കൊന്ന് ബാംഗ്ലൂർ പോകേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നവരുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മടി കാണിക്കാതിരുന്നത് കൊണ്ട് ഈ സംഭവം ഇന്നിവിടെ നടക്കും. ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നിന്നെ കുറച്ചല്ല സമൃദ്ധമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ മടി കാണിക്കാതിരുന്നോണ്ട് എന്നാ ഗുണമെന്നറിയാമോ? അടുത്ത നിമിഷത്തിൽ അബ്രാഹാം കണ്ടത് ദൈവത്തിൻ്റെ കരുതലുകളാണ്. അടുത്ത നിമിഷം വായിക്കാം, ഒന്നും കൂടെ വായിക്കാം. 16-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ച് സനവ് ഒന്നും കൂടി ഒന്ന് വായിച്ചു പോട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. നമ്മൾ നമ്മുടെ സമയം കൊടുക്കാൻ മടി കാണിക്കും. ഇത്ര യാത്ര ചെയ്ത് ഇവിടെ വരാൻ മടി കാണിക്കാതിരുന്നോണ്ട്, ഈ ബസ്സിൻ്റെ നിലത്തിരുന്ന് വരാൻ മടി കാണിക്കാത്തതുകൊണ്ട്, വണ്ടി ഒന്ന് സൈഡിൽ തട്ടി അതിൻ്റെ അതിൻ്റെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ചളുങ്ങിപ്പോയി, എന്നാലും ആ വണ്ടി ഓടിച്ച് ഇവിടെ വരാൻ കാണിച്ച ആ മനസ്സുണ്ട്. അവിടെ വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് നന്നാക്കി തിരിച്ച് കൊല്ലത്തിന് പോയാൽ പോരായിരുന്നോ? ഇല്ല, വണ്ടി അവിടെ സാരമില്ല, പോകാമെന്ന് തീരുമാനിച്ച വണ്ടിയിലുള്ള എല്ലാവരും ചില പേടിച്ചു പോയെങ്കിലും വണ്ടി ഓടിച്ചു. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ മടി കാണിക്കാതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ചുമ്മാ വർത്താനം പറയുമല്ല, ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, ഉറപ്പിച്ചു പറയുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മടി കാണിക്കാത്ത ഒരു അപ്പൻ ആ വീട്ടിലുള്ളതുകൊണ്ട് ഈ അനുഗ്രഹം അടുത്ത മക്കൾക്കും കിട്ടി. താഴെ എഴുതിയിരിക്കുക, വായിക്കുക. നിന്റെ സന്തതികളെ നിന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും, ഞാൻ വലുതാക്കും. നോക്കൂ, അബ്രാഹാം മടി കാണിക്കാത്തോണ്ട് മക്കളിലേക്ക് കൈമാറിയ ഒരു അനുഗ്രഹം നിങ്ങൾ കാണാതെ പോകല്. അബ്രാഹാം പറഞ്ഞു, എനിക്ക് നടു ബൾജ് ചെയ്തിരിക്കുക, BP കൂടുതലാ, ഷുഗർ കൂടുതലാ, എനിക്ക് മല കയറാനൊന്നും ഒക്കത്തില്ല, അവിടെ പോയി ബലിപീഠം ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അനുഗ്രഹം അനുഭവിക്കുകയില്ല. ഈ അനുഗ്രഹം മടി പിടിച്ചിരുന്നായിരുന്നെങ്കിൽ അനു കിട്ടത്തില്ലായിരുന്നു. മടി പിടിക്കാതെ തയ്യാറായപ്പോൾ എഴുതിയിരിക്കുവാണ്, നിന്റെ മക്കൾക്ക് പോലും അനുഗ്രഹം ഉണ്ടാവും. ആകാശത്തിലെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അത് കുറേ എണ്ണം ഉണ്ടെന്നല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഏത് പാതിരാത്രിക്കും തിളങ്ങുന്നവയാണ്. അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാത്രിക്ക് എഴുന്നേറ്റ് നോക്കിയാലും കാണാം ആകാശത്തിന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്ന അപ്പന്മാരോടും പ്രാർത്ഥിക്കുന്ന അമ്മമാരോടും പ്രാർത്ഥിക്കുന്ന യുവാവിനോടും യുവതികളോടും എല്ലാം പറയുക, ആ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. നക്ഷത്രങ്ങളെ പോലെ നിങ്ങളുടെ മക്കൾ തിളങ്ങാൻ തുടങ്ങും. സ്റ്റാർ പോലെ എഴുതിയിട്ടുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും. അടുത്ത ഭാഗം വായിച്ചേ, ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നിന്റെ മക്കൾ മിടുക്കന്മാരായിരിക്കും അതിന്റെ അർത്ഥം. നിന്റെ മക്കൾ ഒരു ഒച്ച കേട്ടാ പെരക്കകത്ത് കയറി ഇരിക്കുന്ന ആൾക്കാരാവുന്നല്ല അർത്ഥം. നിന്റെ മക്കൾ ഒരു ഇടി വെട്ടുമ്പോൾ കട്ടിലടി കയറി ഇരിക്കുന്ന ആളെന്നല്ല. നിന്റെ മക്കൾ ശത്രുക്കളുടെ നഗര കവാടങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പും തകൃതിയും തൻ്റെടോ ഉള്ളവരായി അനുഗ്രഹമുള്ള മക്കളായിരിക്കും നിനക്കുണ്ടാവുക. നോക്കൂ, നിങ്ങളുടെ മക്കൾ നല്ല ധൈര്യമുള്ളവരാകട്ടെ. നിങ്ങളുടെ മക്കൾ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളവരാകട്ടെ. ഞാൻ പറയും, നാക്കുമുള്ളവരാകട്ടെ.
ചിലർക്ക് പേടിയാണ്, ചിലർക്ക് ടെൻഷനാണ്, ചിലരിങ്ങനെ തല കുനിഞ്ഞും പുറകോട്ട് പോകുന്നവരാൽ തല ഉയർത്തി മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ മക്കൾ നല്ല തകൃതിയുള്ള, തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, സംസാരിക്കാൻ അറിയുന്ന, ഏതാളോടും ഏത് സ്ഥലത്തും ഏത് രാജ്യത്ത് പോയാലും ഏത് നേതാക്കന്മാരോടും ഏതാളുകളോടും മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിവുള്ള മിടുക്കരായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ നോക്കി 10 പേരെങ്കിലും പറയട്ടെ, നിങ്ങളുടെ പിള്ളേരൊരു അനുഗ്രഹമുള്ള ആളാന്ന്. 500 പേര് പറയട്ടെ, 10 പേരെങ്കിലും പറയാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം. അബ്രഹാം മടി കാണിക്കാത്തതുകൊണ്ട് ആർക്കാ ഇപ്പോൾ ഗുണമുണ്ടായത്? അത് അടുത്ത തലമുറയ്ക്ക് കൂടി അതൊരു അനുഗ്രഹമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, ഈ പ്രാർത്ഥന അടുത്ത തലമുറയ്ക്ക് കൂടി ഒരു അനുഗ്രഹമാണ്. അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊരു അനുഗ്രഹമാണ്. അടുത്തൊരു ഭാഗം കൂടെ വായിച്ചേ. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ മക്കളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്നാ? നിന്റെ മക്കൾ നിനക്കൊരു അനുഗ്രഹമാകുമെന്ന് അതിന്റെ അർത്ഥം. ഇത്രയൊക്കെ മതി ഒരാളുടെ ജീവിതം അനുഗ്രഹമാകാൻ. നിന്റെ മക്കൾ നിനക്കൊരു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ മക്കൾ എനിക്കൊരു അനുഗ്രഹമാകണമേ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് അനുഗ്രഹമാകണമേ. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നാളെ അമ്മമാരും അപ്പന്മാരൊക്കെ ആകുന്നവരുണ്ട്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ. ഈ ഇവിടെ വന്ന 12-ലധികം പേര്, ഒത്തിരി പേര്, 12 പേരോളം എന്നോട് എൻ്റെ കണക്ക് പ്രകാരം 12 പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ദൈവം നൽകട്ടെ. അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടി കേട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചേ, അബ്രഹാം ഒറ്റ കാര്യം ചെയ്തോളൂ, മടി കാണിച്ച് പുതപ്പിനടിയിൽ ഇരുന്നില്ല. ഇത്രേ കാര്യം ചെയ്തോളൂ. ആദ്യം രാവിലെ എഴുന്നേറ്റ് പോയത് സൂപ്പർ മാർക്കറ്റിലേക്ക്, വേറെ പ്രോഗ്രാമിലേക്കല്ല, പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്കാണ് കയറി. അതിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് വരും. അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ വെളിപ്പെട്ടു വരും. ഇനി ഒരു കാര്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹാം ഇനി അടുത്തൊരു ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരുതലുകളെ അടുത്ത നിമിഷത്തിൽ കണ്ടു. ഒരു കുഞ്ഞാട് അവിടെ കിടക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ മടി കാണിക്കാത്ത അബ്രഹാം അടുത്ത നിമിഷത്തിൽ കണ്ടത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. അത് നിങ്ങൾക്കും കാണാൻ ഇടവരട്ടെ. ഒന്ന് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? മടി കാണിക്കാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടേ? നമുക്കും പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു മടി കിടപ്പുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കണ്ട, നാളെ പ്രാർത്ഥിക്കാം. ഇനി കുറച്ച് ദിവസമൊക്കെ ആരെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ പോകാൻ? ആരെ കൊണ്ട് പറ്റും ഇത്ര ദൂരെ പോകാൻ? ഞങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ലെന്നേ, കാലുവേദനയാ, മസിൽ വേദനയാ, സന്ധിവാദവാ, ആമവാദവാ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയും. ചില കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി മുന്നിട്ട് നിൽക്കാൻ ധൈര്യം കാണിക്കുക. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, മാതാപിതാക്കളെ, ശരീരത്തിൽ സൗഖ്യം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല വന്നത്. കാല് വേദനയുള്ളവരുണ്ട്, കൈ വേദനയുള്ളവരുണ്ട്, എളിക്ക് വേദനയുള്ളവരുണ്ട്, പുറം വേദനയുള്ളവരുണ്ട്, രോഗപീഠകളുള്ളവരുണ്ട്. ഇവർക്കൊക്കെ ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എന്നാലും ത്യാഗത്തോടെ വരാൻ മനസ്സ് വച്ചില്ലേ? മടി കാണിക്കാതെ വന്നില്ലേ? സമൃദ്ധമായ ചില അനുഗ്രഹങ്ങളെ ദൈവം നിന്റെ കയ്യിൽ തരും. അത് നിന്റെ മക്കളിലേക്ക് തരും. എനിക്കറിയാം, ചിലര് പറഞ്ഞു, ഞാൻ ബസ്സിൻ്റെ നിലത്തിരുന്നാ വന്നത്, ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടാതെ അലഞ്ഞ് വഴി തെറ്റിപ്പോയി വേറെ സ്ഥലത്തൂടെയൊക്കെ പോയിട്ട് ഇവിടെ വന്ന് പെട്ടത്. 12 മണിക്കും 1 മണിക്കും കൽപ്പറ്റയിൽ വന്ന് നിന്ന് മണിക്കൂറുകൾ ആ കടത്തണ്ണ ഇരുന്നിട്ടൊക്കെ വന്നവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ, നിങ്ങളുടെ മുഖത്ത് നല്ലൊരു വയ്യായ്മയൊക്കെ ഉണ്ട്. എന്നാലും എത്ര ആഗ്രഹത്തോടെയാ അമ്മമാരും അപ്പച്ചന്മാർ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ ഒരു കുടുംബം എന്ന പോലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ പോലും ഇത്ര സ്നേഹത്തിൽ പ്രാർത്ഥിക്കുമോ? ഒരു കുടുംബത്തിൽ പോലും ഇത്ര ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമോ? കണ്ണുകളെ അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി പറയുവാണ്, കരയല്ല്. സങ്കടപ്പെട്ടു പോയോ നീ? തളർന്നു പോയോ നീ? വിഷമിക്കൊന്നും ചെയ്തേക്കല്ല്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിന്നെ തേടി വരുന്നുണ്ട്. മടി കാണിക്കാതെ ഇവിടെ വന്നല്ലോ. എനിക്കിങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല. സാരമില്ല, നീ അങ്ങനെ ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല, ഞാൻ അങ്ങ് പ്ലാവിൻ്റെ അപ്പുറത്ത് ഇരുന്നോളാം, അവിടെ ഇരുന്നാൽ മതി. എനിക്ക് നിലത്തിരിക്കുന്ന ഈ സൈഡ് ഞാൻ മുറ്റത്തിരുന്നാൽ മതി. എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ എന്നെ ആരും നിർബന്ധിക്കരുത്. ആരും നിർബന്ധിക്കുന്നില്ല, എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിച്ചോ. എവിടെയായാലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എവിടെയായാലും ആഗ്രഹിച്ചോ നീ നിന്നാൽ മതി. ഒന്ന് കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ പറയുവാണ്, അബ്രഹാം മടി കാണിച്ചില്ല. ക്ലയോപ്പാസിൻ്റെ ഭാര്യ യേശുവിൻ്റെ കുരിശിൻ്റെ താഴെ മറിയത്തോടൊപ്പം നിന്നുകൊണ്ട് ക്ലയോപ്പാസ് എമ്മാവൂസിൽ നിന്ന്
ഇല്ല, ജെറുസലേമിൽ എമ്മാവുസിലേക്ക് പോകുമ്പോൾ, വാദപ്രതിവാദം നടത്തി പോകുമ്പോൾ യേശു അവരോടൊപ്പം നടന്നു. യേശു അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു, അവരോട് സംസാരിച്ചു, അവരുടെ കണ്ണുകളെ തുറന്നു, അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവവും ഈ വചനത്തിലൂടെ നിന്റെ ജീവിതത്തിൽ ഇടപെടും കേട്ടോ. തകർന്നു പോയേക്കല്ല് കേട്ടോ, തളർന്നു പോയേക്കല്ല് കേട്ടോ, വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ, സങ്കടപ്പെട്ട് തളർന്നൊന്നും പോയേക്കല്ല്. നിന്റെ കയ്യിൽ ചില അനുഗ്രഹങ്ങളെ ദൈവം ഏൽപ്പിക്കും. നീ മടി കാണിച്ചില്ലല്ലോ, ആരാധിക്കാൻ മടി കാണിച്ചില്ലല്ലോ, പ്രാർത്ഥിക്കാൻ മടി കാണിച്ചില്ലല്ലോ, ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിച്ചില്ല, അതു മതി, നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടാൻ. ഒന്ന് ചേർന്ന് പാടിയേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരരുത്, തളരല്ലേ, ദൈവമില്ലേ നിന്റെ കൂടെ? നിന്നെ ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എത്രയോ സത്യമാണ്. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ചില അമ്മമാരെയും ചില അപ്പച്ചന്മാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ അപ്പനെ അമ്മേനെയൊക്കെ ഞാൻ ഓർത്തു പോകാറുണ്ട്. ചില അമ്മമാരുടെ മുഖത്തൊക്കെ ഒത്തിരി പാടുകൾ വീണിട്ടുണ്ട്. അവരുടെ മുഖം മുഴുവൻ ദുഃഖങ്ങളുടെ ഒരു കലവറയാണ്. ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവരെ ഓർക്കും. എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ അറിയാതെ ഓർത്തു പോകും. കർത്താവായി ഇവിടെ നിൽക്കുന്ന ചിലർ ഒത്തിരി സങ്കടമുണ്ട്. തകർന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുവാണിങ്ങനെ. പക്ഷെ ദൈവം നിന്നോട് പറയുവാണ്, ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന്. വണ്ടിയൊക്കെ പോകുന്ന റോട്ടിലേക്ക് ഓടുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ ഇങ്ങനെ മുറുക്കെ പിടിച്ചു വയ്ക്കും. റോട്ടിലേക്കൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. ഇതുപോലെ അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ മുറുക്കെ പിടിക്കില്ലേ? നടക്കുന്ന കുഞ്ഞുങ്ങളെ, ഓടുന്ന കുഞ്ഞുങ്ങളെ റോട്ടിലേക്ക് പോകാതെ അവർ കുതറി ഓടിയാൻ നോക്കിയാലും വേദനിക്കുന്ന വിധത്തിൽ മുറുക്കെ പിടിക്കും. ഇതുപോലെ സഹോദര, പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട അപ്പച്ച, സഹോദര, സഹോദരി, നീ തകർന്നു പോകാൻ നിന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചൊരു ദൈവത്തെ വിശ്വാസത്തിൽ തല ഉയർത്തി നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇന്നലെ ഇവിടെ ഒരാൾ വന്നത് ഭയങ്കരമായി മദ്യപിച്ചിട്ടാണ്. ഭയങ്കര മദ്യത്തിൻ്റെ സ്മെല്ലുണ്ട് അദ്ദേഹത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ മനസ്സാരില്ല, എന്താ വിഷമവും? എന്തോ വിഷമമുണ്ട്, നിങ്ങൾ മദ്യപാനിയല്ല, എന്തോ വിഷമത്തിലാണ് ഇത് കുടിച്ചത്. അയാളുടെ ജീവിതത്തിലെ വലിയൊരു വിഷമം പറഞ്ഞു. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുക, ഞാൻ മദ്യപാനിയൊന്നും അല്ല, ഈ മനസ്സങ്ങ് തകർന്നു പോയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാൻ ഞാൻ ഇച്ചിരി കയറിയും കുടിച്ച്. സാരമില്ല, നിങ്ങളിവിടെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുക, ഞാനിനി കുടിക്കത്തൊന്നും ഇല്ല കേട്ടോ, ഇനി ഞാൻ കുടിക്കത്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ കുടിച്ചൊന്നും പോകത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ മദ്യപാനം നിർത്താൻ തുടങ്ങും. പുകവലിക്കുന്നയാൾ പുകവലി നിർത്താൻ തുടങ്ങും. ചില വിഷമങ്ങളൊക്കെ മഞ്ഞും ഐസ്ക്രീമൊക്കെ ഉരുകുന്ന പോലെ ഉരുകിപ്പോകും. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ, നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. പറഞ്ഞു, എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മാറുകില്ലേ. ഇവിടെ നിൽക്കുന്ന ചിലരൊക്കെ അവരുടെ വീട്ടിലെ ചില ദുഃഖങ്ങളുണ്ടല്ലേ? നിങ്ങൾക്ക് വീട്ടിലെ ചില വിഷമങ്ങളൊക്കെ ഇല്ലേ? ജീവിത പങ്കാളി അങ്ങനെയാ,
ഭാര്യ ഇങ്ങനെയാ, ഭർത്താവ് അങ്ങനെയാ, മക്കൾ അങ്ങനെയാ. വാടി നിൽക്കുന്ന ചേമ്പുന്താൾ പോലെയാ പലരുടെയും ജീവിതം. വാടി നിൽക്കുകയാണ്, തകർന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് സാധ്യമാണോ ഇടത്തും വലത്തും നിൽക്കുന്നവരുടെ കരമൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിക്കാൻ? അതൊരു മരുന്നാണ് കേട്ടോ, ഒരു മരുന്നാ അത്. ഡോക്ടർമാർ കുറിച്ച് തരുന്ന മരുന്ന് പോലെ ഒരു മരുന്നാ അത്, ചേർത്ത് പിടിക്കുന്ന കരം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറ, ഈ ഞാൻ കൈ പിടിച്ച് ഈ ഇടത്തും ഈ വ്യക്തി തകർന്നു പോവില്ല, ധൈര്യമായിട്ടിരിക്കുക, ദൈവമുണ്ട് കൂടെ, ഞങ്ങളൊക്കെ ഉണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് വാ കൊണ്ട് പറയുന്ന വാക്കിൻ്റെ രൂപത്തിലുള്ള മരുന്നാണത്. ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്നിനേക്കാൾ വിലയുള്ള മരുന്നാണ്. സാരമില്ല എന്ന വാക്കൊരു മരുന്നാണ്. എന്നാ ഉണ്ട് വിശേഷമെന്ന് ചോദിക്കുന്ന വാക്കൊരു മരുന്നാണ്. എവിടെയാ, എന്തെടുക്കുന്നു, സൗഖ്യമായിട്ടിരിക്കുന്നോ, എങ്ങനെയുണ്ട് ചോദിക്കുന്ന ചോദ്യം പോലും മരുന്നാ. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന വാക്കൊരു മരുന്നാണ്. പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ച്, സാധിക്കുന്ന പോലെ പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഈ വ്യക്തിയും എന്തൊക്കെയോ സങ്കടത്തിലാണ്, ഈ വ്യക്തിയും എവിടെയൊക്കെയോ പരാജിതയുമാണ്. ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, തളർന്നു പോയോ, സങ്കടപ്പെട്ടു പോയോ, സാരമില്ലെന്ന പാട്ടുകാരൻ പറഞ്ഞത്, കരയല്ലെന്ന്. കരയല്ലേ നീ എൻ്റെ മകനല്ലേ, മകളല്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ